നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും? അതുപോലെ തന്നെ യൂണിവേഴ്സൽ മെസ്സേജസ് ഫോർ യുവർ കറണ്ട് സിറ്റുവേഷൻ. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ മെസ്സേജസ് എന്തൊക്കെയാണ് എന്നുകൂടി നമുക്ക് നോക്കാം. ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഫീൽ ചെയ്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് പരസ്പരം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഇല്ലാണ്ട് ഒരു ലൈഫ് കംപ്ലീറ്റ് ആവുന്നില്ല എന്നൊരു ഫീല് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അത്രമാത്രം ഡീപ്പ് സോൾ കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്തിരുന്ന ഒരു റിലേഷൻഷിപ്പായിരുന്നു ഇത്. പക്ഷേ ഗ്രാജുവലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പല കാര്യങ്ങൾക്കും ക്ലാരിറ്റി ഇല്ലാണ്ട് പോയതായി, പരസ്പര വിശ്വാസ്യതയില്ല. പല കാര്യങ്ങളും നിങ്ങൾ രണ്ടുപേരും മറച്ചു വെക്കാൻ തുടങ്ങി. ചില കാര്യങ്ങൾ നിങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണും നിങ്ങളിൽ നിന്നും പല കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറയാത്തൊരു സാഹചര്യം വന്നപ്പോൾ നിങ്ങൾക്കിടയിൽ ചെറിയ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായി. അങ്ങനെ നിങ്ങൾക്ക് പല അവസരങ്ങളിലും ഈ ഒരു സെപ്പറേഷൻ ഫീൽ ആയിട്ടുണ്ട്. ഒരു സെപ്പറേഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പല സമയങ്ങളിലും ഈ വ്യക്തിയുടെ ഒരു പ്രത്യേകതരമായ ക്യാരക്ടർ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ഒട്ടും ഫ്ലെക്സിബിൾ അല്ല എന്ന് നിങ്ങൾക്ക് പലപ്പോഴും ഫീൽ ആയിട്ടുണ്ട്. പല കാര്യങ്ങളും നിങ്ങളോട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ പറയുന്ന പല ഉപദേശങ്ങളും അല്ലെങ്കിൽ പല സജഷൻസും നിങ്ങൾക്ക് ആ വ്യക്തിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലാത്ത ഒരു സിറ്റുവേഷൻ പലപ്പോഴും നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണമായിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ ഫ്യൂച്ചർ കാർഡ്സ് പറയുന്നത് ഒരുപാട് വ്യത്യാസമാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്കുള്ള ഏതൊരു സിറ്റുവേഷൻ ആണോ അതിൽ നിന്നെല്ലാം ഒരുപാട് വ്യത്യാസമായിട്ടാണ് നിങ്ങളുടെ ഫ്യൂച്ചർ കാർഡ്സ് ഇവിടെ വ്യക്തമാക്കുന്നത്. അതായത് നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഒരു ക്ലാരിറ്റി, പല കാര്യങ്ങളിലും നിങ്ങൾക്കുണ്ടായിരുന്ന ഡൗട്ടുകൾ ക്ലിയർ ആവുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളോട് തന്നെ നിങ്ങൾ ക്ഷമിക്കുക എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് വിഷമമുണ്ടാക്കുന്ന പാസ്റ്റ് ലൈഫ് മെമ്മറീസ് ആണ് ഈ വ്യക്തിയുമായിട്ടുള്ളതെങ്കിലും നിങ്ങൾ ഈ ഒരു സമയത്ത് അത് റിലീസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിൽ അത്തരം സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളിൽ മാറിപ്പോവുകയും നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുകയും ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓൾറൈറ്റ്, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള യൂണിവേഴ്സൽ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലക്ക് ഈസ് ഓൺ യുവർ സൈഡ്. അതായത് ഈ ഒരു സമയത്ത് ഭാഗ്യം നിങ്ങളുടെ സൈഡിലാണ് നമ്മുടെ യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ്. ഓൾറൈറ്റ്, ആൻഡ് സെക്കൻഡ് ഈസ് വാട്ട് ഡു യു നീഡ് ടു റിലീസ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്താണോ റിലീസ് ആവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് റിലീസായി പോവാണ്. ഇപ്പം നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ, ഈ ഒരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻ റിലീസ് ആകണം, അല്ലെങ്കിൽ ഒരു കാർമിക് എഫക്റ്റ് നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അത് റിലീസ് ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഫീൽ ആവുന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ലൈഫിൽ നിന്നും റിലീസായി പോകുന്ന ഒരു സമയം കൂടിയാണിത്. ഓൾ റൈറ്റ്, ആൻഡ് എ ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ ബിഗിൻസ്. യെസ്, അത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു റൊമാൻറ്റിക് സൈക്കിൾ വീണ്ടും തുടങ്ങുകയാണ്. ഈ ഒരു പ്രശ്നങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിയിട്ട് ഒരു റൊമാൻറ്റിക് സൈക്കിൾ വീണ്ടും നിങ്ങളുടെ ലൈഫിൽ വളരെയധികം ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ലിബ്ര, സെജിറ്റേറിയസ് എനർജീസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നു പോവുകയാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ചേഞ്ചസ് കടന്നു വരുന്ന ഒരു സമയമാണിത്. അത് തന്നെയാണ്, ചേഞ്ച് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതായത് എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നത് ആ സമയം മുതൽ നിങ്ങളുടെ ലൈഫ് മാറി തുടങ്ങുകയാണ്. നിങ്ങൾക്ക് മേ ബി ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നിരിക്കണം. ആ റിലേഷൻഷിപ്പ് ഈ ഒരു സമയത്ത് ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഉപേക്ഷിക്കുകയാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകണം എന്ന് നിങ്ങൾ
ഉറച്ച തീരുമാനത്തിലാണ്. നിങ്ങളിപ്പോൾ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു ഫീൽ, അല്ലെങ്കിൽ നിങ്ങൾ സെൽഫ് ഫോക്കസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്പിരിച്വലി ചേഞ്ച് ആവുന്ന ഒരു സമയമാണ്. ഓക്കെ. മേ ബി നിങ്ങൾ ഇപ്പോഴുള്ള റിലേഷൻഷിപ്പിൽ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് കുറച്ച് പേർക്കെങ്കിലും നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. മിറാക്കിൾസ് സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ സെൽഫ് ഫോക്കസ്ഡ് ആവുന്ന സമയം മുതൽ നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു സ്റ്റിൽനെസ് കാർഡ് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക്, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു ഫീല് ഏത് സമയത്തും നിങ്ങൾക്ക് ഉണ്ടാവുന്ന രീതിയിൽ ആ വ്യക്തി നിങ്ങളെ ഒറ്റപ്പെടുത്തി പോയതായിട്ട് നിങ്ങൾക്ക് പലപ്പോഴും ഫീൽ ആവുന്നുണ്ട്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരുപാട് റിസ്ക് ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് എന്ന് മേ ബി ആ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഒരു റിസ്ക് ആയിട്ട് തോന്നുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് നടന്നിട്ടുണ്ടാവാം. പക്ഷെ ഈ ഒരു വ്യക്തിയുടെ ഒരു റിയാലിറ്റി, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ റിയാലിറ്റി നിങ്ങൾ ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നതായിട്ടും കൂടുതലായിട്ട് നിങ്ങൾ സെൽഫ് ഫോക്കസ്ഡ് ആവുന്നതായിട്ടുമാണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഇവിടെ വ്യക്തമാവുന്നത്. അതായത് നിങ്ങൾക്ക് മേ ബി നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ലൊരു കരിയർ നിങ്ങൾക്ക് വരുന്നുണ്ടാവാം. ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടാവാം. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ളൊരു ചേഞ്ചാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നത്. മേ ബി നിങ്ങൾ ഒരു കാർമിക് സിറ്റുവേഷനിലാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക. ഇവിടെ റീഡിങ്ങിൽ വന്ന കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ എന്തായാലും നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഇൻഡ്യൂഷണലി നിങ്ങൾക്ക് അതിനുള്ള പോസിറ്റീവ് സൈൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. മേ ബി നിങ്ങൾ വൈറ്റ് അല്ലെങ്കിൽ ബ്ലൂ ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാവാം, റെയിൻബോസ് കാണുന്നുണ്ടാവാം. ഒരുപാട് സൈൻസ് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്നുണ്ടാവാം. അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ സൈൻസ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഈ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ നിങ്ങളിൽ നിന്നും മാറിപ്പോകുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ കൊണ്ടോ നിങ്ങൾ വളരെയധികം സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു അവസരമാണ് നിങ്ങൾക്ക് പലർക്കും ഉള്ളത്. പക്ഷെ നിങ്ങൾ വളരെ കോൺഫിഡൻസോട് കൂടി നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോവുക. സക്സസ് നിങ്ങളുടെ അരികിൽ തന്നെ ഉണ്ട് എന്നാണ് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ്. നിങ്ങൾ വളരെ നല്ലൊരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങൾ തെറ്റായ ഒരു വഴിയിലൂടെ പോകുന്നത് നിങ്ങളെ തടഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ സെൽഫ് ഫോക്കസ്ഡ് ആവുക. നിങ്ങളുടെ ലൈഫിൽ മിറാക്കിൾസ് പലതും സംഭവിക്കും.